രാഹുലിന്റെ അറസ്റ്റ് നോട്ടീസിലെ വിവരങ്ങളും ഈ ഘട്ടത്തിൽ ലഭിക്കുകയാണ്. അറസ്റ്റ് നോട്ടീസിലെ പകർപ്പ് റിപ്പോർട്ടിൽ ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. റോഷിബാൽ തുടരുന്നു ജനറൽ ആശുപത്രിക്ക് മുന്നിൽ. റോഷിബാൽ, രാഹുലിനെ പുറത്തെത്തിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. രാഹുലിനെതിരെ ചുമത്തിയത് 2 വകുപ്പുകളാണെന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരികയാണ്. നമുക്കിപ്പോൾ അവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ. ഇപ്പോൾ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നീക്കം ചെയ്തു. ഇപ്പോൾ പോലീസ് വാഹനത്തിന് വഴിയൊരുക്കുകയാണ്. ഇപ്പോൾ പ്രതിഷേധിച്ച ആ പ്രവർത്തകരെ മുഴുവൻ, ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മുഴുവൻ നീക്കം ചെയ്തു. കൂടുതൽ പോലീസ് എത്തി ആണ് ഫലം പ്രയോഗിച്ച് അവിടെ നിന്നും പ്രവർത്തകരെ നീക്കം ചെയ്തത്. പാലക്കാട് MLA സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആശുപത്രിക്ക് മുന്നിൽ വീണ്ടും സംഘർഷാവസ്ഥയാണ്. രാഹുലിന് വഴിയൊരുക്കാനുള്ള ശ്രമത്തിനിടയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. നമുക്കിവിടെ നിന്നാൽ റോഷിബാൽ, പോലീസ് നിരന്നു നിൽക്കുകയാണ് രാഹുലിന് വഴിയൊരുക്കാൻ വേണ്ടി. പ്രവർത്തകർ പക്ഷേ അവിടേക്ക് തള്ളിക്കയറുന്നതും കാണാം. എങ്ങനെയാണ് ഇപ്പോൾ വാഹനത്തിനടുത്തേക്ക് എത്തിക്കുക? ഇപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥ. പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷാവസ്ഥയാണ്. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പോലീസുമായി ഉന്തും തള്ളും നടക്കുന്നു. പോലീസ് ഈ വാഹനം തടഞ്ഞ വാഹനത്തെ മുന്നിൽ പ്രതിഷേധിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഉന്തും തള്ളും ഉണ്ടാകുന്നത്. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യമാണ്. പോലീസ് ഈ പ്രതിഷേധം പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് പോലീസ് ടിയർ ഗ്യാസ് ഉൾപ്പെടെ കൊണ്ടാണ് വന്നത്. ആ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. രാഹുൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നയാളെന്നാണ് അറസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. അതിജീവിതയുടെ ജീവനും ഭീഷണിയുണ്ട്. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അന്വേഷണ സംഘം കരുതുന്നു. അപ്പോൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ അറസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. ഹരി